ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ ബോളി ആണ്. അതിന് വേണ്ടിയിട്ട് 1/4 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദയുണ്ട്, 1 കപ്പ് ഷുഗറുണ്ട്, ഒരു 3-4 ഏലക്ക പൊടിച്ചെടുത്തതാണ്. ഈ പറഞ്ഞിരിക്കുന്ന അളവ് ഷുഗറിൽ നിന്നും സ്വല്പം ഷുഗർ ഇട്ടിട്ട് അത് മിക്സിയിലങ്ങ് അടിച്ചെടുത്തു. ഏലക്ക നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിനാണ്. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി വേണം, ബേക്കിംഗ് സോഡ അത് വേണം. പിന്നെ ഈ മാവ് കുഴയ്ക്കാൻ നേരം കുറച്ച് സോൾട്ട് വേണം. ആദ്യം തന്നെ നമ്മൾക്ക് ഈ മാവ് പൊടി മൈദ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഈ മാവിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. പൂരിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ മൈദയും തീരെ കുറച്ച് ഉപ്പും ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് ഈ പാലൊഴിക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഇടാം. ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ പാല് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. ഇത് ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ ഏലക്ക പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കുവാണ്. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾക്കിപ്പോൾ സാഫ്രോൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കളറാണ് ഇപ്പോൾ ചേർക്കുന്നത്, സാഫ്രോൺ ചേർക്കുന്നില്ല. ഇതിപ്പോൾ വെള്ളം ചേർക്കാത്ത തിക്ക് പാലാണ് ഞാൻ ഇതിനകത്ത് എടുത്തത്. അപ്പോൾ പാലിനകത്ത് അത്രയും ഷുഗറും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുറുക്കം വരും. ആ കുറുകി ഇരുന്നാൽ മതി, നന്നായിട്ട് കുറുകി ഇരുന്നാൽ മതി. ഇപ്പോൾ ഏലക്ക ഇപ്പം ഇത് തിളച്ചു വന്നു. ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് കളർ ചേർക്കുന്നുണ്ട്, യെല്ലോ കളറ്. ഇപ്പോൾ യെല്ലോ കളറും ചേർത്തു. കുറച്ചുകൂടെ ചേർക്കാം. ഒരു ലൈറ്റ് കളർ മതി. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ പൂരികളായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് അത് എണ്ണയിൽ വറുത്ത് കോരാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾക്കിത് പരത്തിയെടുക്കാം, ഉരുട്ടിയെടുക്കാം. വലിയ ചപ്പാത്തി പോലെ പരത്തിയിട്ട് എണ്ണയിൽ മോൾഡിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്താലും മതി. അപ്പോൾ അരികൊക്കെ നല്ല ഷേപ്പിൽ തന്നെ വട്ടത്തിൽ തന്നെ ഇരിക്കും. ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വയ്ക്കാം. കുറച്ച് പൊടി ഇങ്ങനെ തൂകി ഈ ബോളെടുത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തി പൂരി പോലെ ആക്കിയെടുക്കാം. വലിപ്പം കൂടുതൽ വേണമെങ്കിൽ വലിപ്പം വലിയതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പാൽ ബോളി കുറച്ചുകൂടെ വലുതായിരിക്കും, ഇച്ചിരി കൂടെ വട്ടം കാണും. ഇപ്പോൾ ഞാൻ ഈ പൂരി എല്ലാം പരത്തി വെച്ചു. ഇത് 14 ബോൾസ് ഉണ്ടായിരുന്നു. 14 പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാൻ എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾക്കത് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു അരക്കപ്പോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. ഏതെങ്കിലും ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്.
അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ, ഒരു ടേസ്റ്റ് വരാനായിട്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. ഈ സമയം ഞാൻ ഈ തിളപ്പിച്ച് വെച്ച കുറുക്കി വെച്ച പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. നല്ല ചൂടുണ്ട് പാലിനും. ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഓരോ പൂരിയിട്ട് വറുത്തെടുക്കാം. ഒരുവിധം നന്നായിട്ട് ഒരു മൊരിഞ്ഞ് എടുക്കാം. ക്രിസ്പി ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാലിലേക്ക്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് കുതിർത്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പൂരി നമ്മൾക്ക് ചൂടോടെ തന്നെ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തിട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്കിതിങ്ങി എടുക്കാം. അടുത്ത പൂരി ഇട്ട് കൊടുക്കാം. തീ ഒത്തിരി കൂടിയൊന്നും കൊടുത്തിട്ടില്ല. ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് നല്ല ഫ്രൈ ആയി കിട്ടും. ഈ പൂരി ഫ്രൈ ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഇടാം. ആദ്യം മുക്കിയിട്ട പൂരി ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഒരു ഡിഷിലേക്ക് മാറ്റി. രണ്ടാമത്തേത് നല്ലപോലെ ഇതിനകത്ത് കിടന്ന് കുതിരട്ടെ. അങ്ങനെ എല്ലാ ബോളിയും നമ്മൾക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ എല്ലാം നമ്മൾക്ക് വറുത്തിട്ട് ഈ പാലിൻ്റെ കുറുകിയ പാലിനകത്ത് മുക്കിയിട്ടിട്ട് എടുക്കാം. ഇപ്പോൾ ഇതുമായിട്ടുണ്ട്. പാലിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അടുത്തതെടുത്ത് മുകളിലോട്ടിടാം. മറ്റേത് കുതിരട്ടെ. അങ്ങനെ എല്ലാം നമ്മൾക്ക് ചെയ്തെടുക്കാം. ചിലർക്ക് ഈ പൂരി അധികം ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കാതെ രണ്ട് വശവും ഒന്ന് മൂപ്പിച്ച ഉടനെ ഈ പാലിലേക്ക് ഇട്ടിട്ട് ആ മയത്തി കഴിക്കാനും ഇഷ്ടമാണ്. അങ്ങനെ വേണ്ടവർക്ക് ഒത്തിരി മൂപ്പിക്കാതെ എടുക്കാം. ഇച്ചിരി ക്രിസ്പിയായിട്ട് എടുത്തിട്ട് പാലിൽ മുങ്ങിയിരിക്കത്തക്ക വിധത്തിൽ എടുക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊങ്ങും. നമ്മളിപ്പം കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിനും മറ്റേതൊക്കെ കുറച്ചുകൂടെ അങ്ങ് പൊങ്ങിക്കോളും. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്താലേ, അതുകൊണ്ട് സ്വല്പം ചേർത്താലും നല്ലപോലെ പൊങ്ങും. ഇപ്പോൾ അടിയിൽ ഇങ്ങനെ കുതിർന്നത് എടുക്കാം. നല്ല പോലെ പാല് കുടിച്ചാണ് ഇതിരിക്കുന്നത്. ഇപ്പം ഇത് അടിയിലത്തെയൊക്കെ നല്ല പോലെ പാല് കുടിച്ചായിരിക്കുന്നത്. അതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് മറ്റേതിനെ നല്ലപോലെ മുക്കിയിട്ട് കൊടുക്കാം. പുതിയത് നന്നായിട്ട് മുങ്ങിക്കിടക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പാൽ ബോളി മുഴുവനും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതെല്ലാം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യമൊക്കെ കുതിർത്തത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്പിനെസ്സും ഉണ്ട് താനും. നല്ല സോഫ്റ്റായിട്ട് ഇത് കഴിക്കാൻ നല്ല രസമാണ്. ഇത് മുഴുവനായിട്ട് ഇതിനകത്ത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എല്ലാം നല്ലതുപോലെ മുക്കിയിടണം. ഈ പാല് മുഴുവൻ ഈ ചൂടോടെ ഈ പൂരി ഇടുമ്പോഴത്തേക്കിനും പൂരി നല്ലപോലെ പാലങ്ങ് കുടിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ പാല് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഓരോ പ്ലേറ്റിലെടുത്തിട്ട് ഈ പാല് മുകളിൽ ഒഴിച്ച് വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ വെറുതെ ഓരോന്ന് വീതം സെർവ് ചെയ്യുകയും ചെയ്യാം.
എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ അവധിക്കാലം ആയതുകൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും അവരങ്ങ് കഴിച്ചോളുകയും ചെയ്യും. അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണേ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാനേ. അപ്പോൾ ഈ പാൽബോളി എല്ലാം ഞാൻ പാലിൽ നിന്നും എടുത്തു വെച്ചു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതെൻ്റെ ഈ പാൽബോളി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.